ഓരോരുത്തർക്ക് ഓരോ പൂതിയും ആഗ്രഹം ഉണ്ടാവും. നമ്മളൊന്ന് എതിരായി പറഞ്ഞു കിട്ടണം, എന്നിട്ട് അതൊന്ന് ആഘോഷിക്കണം. തൽക്കാലം നടക്കൂലത്. അത് ഞങ്ങൾ നടത്തിയിരിക്കും. മനസ്സിലായോ? നടക്കൂലെന്നോ? എന്നെ കൊണ്ട് നടത്തിക്കും. ഞങ്ങൾ ഇജ് എതിരായി പറഞ്ഞ ആൾ തന്നെയാണ്. അത് ഞാൻ ഇപ്പം തെളിയിക്കും. മനസ്സിലായോ? അത് ഞങ്ങൾ ആഘോഷിക്കണം. ഞങ്ങൾ എത്ര ആഘോഷിച്ചു. ഞങ്ങൾക്ക് അതിനുള്ള പണി ആഘോഷിക്കൽ. എന്നെ കൊണ്ട് എതിരായി ഇങ്ങനെ പറയിപ്പിച്ച ഞങ്ങൾ ആഘോഷിക്കുക. ഞാൻ ആഘോഷിക്കണം കണ്ടോ? നടക്കൂലെന്നോ? നടക്കൂലെന്നൊക്കെ എൻ്റെ കുഞ്ഞാടുകളെ സമാധാനിപ്പിക്കാൻ ഓരോ മുമ്പ് ഇങ്ങനെ പറയാം. ഞങ്ങളെ മുമ്പിൽ നടക്കൂല. മനസ്സിലാക്കിക്കോ. തെന്നലെന്ന് പറയട്ടെ. എന്താ പറയണറിയോ? ഹാഫിദ് ഇബ്നു കസീറിനെ പറ്റി ഇവൻ അല്ലാമ ഇമാം ഹാഫിദ് ഇബ്നു കസീർ എന്ന് പറഞ്ഞിട്ടുള്ളി. ഇപ്പം മുമ്പ് എന്താ പറഞ്ഞിട്ട്? വഹാബിയാണ്, ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ്, നിങ്ങളാളാണ്, നിങ്ങളതല്ലേ സാധനം എന്നൊക്കെ പറഞ്ഞ ഇബ്നു കസീർ ഇപ്പോൾ ഇവിടെ തെന്നലെത്തിയപ്പോൾ ഇമാമായി, അല്ലാമായി. ആരാപ്പം ഇബ്നു കസീറിനെ വെള്ള പൂശുണ്ട്? എൻ്റെ വാദപ്രകാരം പറ്റുമോ? ഇത് എതിരായി പറയില്ലാന്നില്ലേ? ഇന്ന് രണ്ടും കണ്ടോ? ഇബ്നു കസീർ വഹാബിയ എന്ന് പറയുന്നതും വഹാബിയുടെ നേതാവാണെന്ന് പറയുന്നതും, ഇബ്നു കസീർ ഇമാമാണെന്ന് പറയുന്നതും അല്ലാമ എന്ന് പറയുന്നതും രണ്ടും ജന്നെ വരണ്ടേ. എന്താ വിചാരിച്ച്? നടക്കൂലെന്നോ? നടത്തിയിരിക്കും. ഞങ്ങൾ ഇവിടെ ഓരോന്നോരോന്ന് നടത്താൻ പോവാൻ ഞാൻ. മനസ്സിലായോ? ആദ്യം ഇത് വരട്ടെ. ഇബ്നു കസീറിനെ ഇമാമാക്കണുണ്ടോളി. ഇമാമിങ്ങളെ കൂട്ടത്തിൽ എന്നിട്ട് ഇവൻ സംസാരിക്കണ്ടേ. എന്നിട്ട് ഇബ്നു കസീർ വഹാബിയ എന്ന് ഇവൻ പറഞ്ഞേ ഞാൻ മുമ്പ് പറഞ്ഞേ ഞാൻ കേൾപ്പിച്ചു തരാം. ഇമാമിങ്ങളൊക്കെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാമ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വൻ നിഹായ അടക്കമുള്ള ചരിത്ര കിതാബുകളിൽ കാണാം. ഈ കിതാബുണ്ടല്ലോ അൽ ബിദായത്തു വൻ നിഹായ, അല്ലാമ ഇബ്നു കസീർ എന്നൊക്കെ പറഞ്ഞ ഇയാൾ പറഞ്ഞിരുന്നു. ഇബ്നു കസീർ നിങ്ങൾ അല്ലാമ എന്നൊന്നും പറഞ്ഞാൽ ഞങ്ങളാളാവൂല. അത് നിങ്ങളുടെ നേതാവായ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ്. മരിച്ചോൾക്ക് ഓതുന്ന വിഷയം പറഞ്ഞപ്പോഴേ അല്ലാമ ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്. ശാഫിഈ മദ്ഹബിലെ പ്രശസ്ത പണ്ഡിതനായ ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ടെന്ന്, മരിച്ചോൾക്ക് ഓതിയാൽ നമ്മൾ എത്ര ഓതിയാലും മരിച്ചോൾക്ക് കിട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശാഫിഈ മദ്ഹബിലെ പണ്ഡിതനല്ല ഇബ്നു കസീർ. അദ്ദേഹം നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ്. അയാൾ പറഞ്ഞിട്ടുണ്ട്. അയാൾ പറയാതിരിക്കും. നിങ്ങളെ വാക്കിയല്ലേ സാധനം. ഇബ്നു തൈമിയ്യയുടെ സ്വന്തമാണ് ശിഷ്യൻ, പ്രൈവറ്റ് സെക്രട്ടറി. മുമ്പിന് പോയി അതിന് ഇനി ആരാളുള്ളത്? ഇബ്നു കസീർ. ഇബ്നു കസീർ ഇന്നും ഇബ്നു തൈമിയ്യയുടെ വാദം നിലനിർത്തുന്ന ആള്. അതും അങ്ങനെ കുഴപ്പമാക്കണ്ട. ഞാനങ്ങനെ രണ്ട് സ്ഥലത്ത് രണ്ടെണ്ണം തന്നെയാണ് പറയല്. അത് കുഴപ്പമില്ല. ഞാൻ അവിടെ അങ്ങനെയും പറയും, ഇവിടെ അങ്ങനെയും പറയും. അതാണ് ഞങ്ങള്. ഹസനി ഉസ്താദിനോട് മുട്ടാൻ പറ്റിയ ആൺകുട്ടികൾ ആരടാന്നുള്ളത് വരി. നിങ്ങളൊരു ഗതികേടാലോചിക്കേ. ഇങ്ങള് കുടുങ്ങിയതന്നെ ചങ്ങായിമാരെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അജ്മഈൻ. അമ്മാ ബഅദ്. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ട് പോവാണ്.